ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി മുട്ടക്കറി തയ്യാറാക്കിയാലോ. റെസ്റ്റോറൻറ്റുകളിലും തട്ടുകടകളിലുമൊക്കെ ലഭിക്കുന്ന തേങ്ങ അരച്ച ഒരു മുട്ടക്കറിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന ചേരുവകൾ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1.5 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് ഏകദേശം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പില ഏകദേശം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായാണ് അരിഞ്ഞിട്ടുള്ളത്. ഏകദേശം 2 സവാള എടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്കും കറിയിലേക്കും ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഉള്ളി ചേർക്കുമ്പോൾ തന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടാൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 തക്കാളി ഉണ്ടാവും. ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ചെറുതായി തീയിൽ വേവിക്കുക. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഈ 3 മസാലകളാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ചെറു തീയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിനാവശ്യമായ 1/2 കപ്പ് തേങ്ങ, കുറച്ച് വലിയ ജീരകം, ഒരു 4 ചെറിയ ഉള്ളി, ഇത് 3ഉം നന്നായി അരച്ച് എടുക്കാം. ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യമായ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി തിളച്ച ശേഷം അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കറിക്ക് വെള്ളം കൂടുതൽ ആവശ്യമുള്ളവർ ഇതിൻ്റെ കൂടെ ഇപ്പോൾ തന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ച പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുട്ട കേടാവാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. ഇപ്പോൾ നമ്മളെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. ഈ മുട്ടക്കറി നമുക്ക്
പത്തിരി, ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം, ഇടിയപ്പം അങ്ങനെ ഏത് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളുടെ കൂടെയും വളരെ രുചികരമായി കഴിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.